നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാനുള്ള അവസരമുണ്ടാകുമെങ്കിൽ പോലും സ്വയമേവ പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പണമുള്ളവർ അത് ചെലവാക്കിക്കൊണ്ട് ഉദ്ധരിക്കുവാനുള്ള സാഹചര്യങ്ങളാണെങ്കിൽ അതിൻ്റെ എല്ലാ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ വിതരണ വിപണന മേഖലകളാണെങ്കിൽ പ്രചരണ രീതികളൊക്കെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നിശ്ചിത ശമ്പളവും അതിലുപരി ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. അനന്ത സാധ്യതകളെ വിലയിരുത്തി പുതിയതായിട്ടുള്ള പാഠ്യപദ്ധതിക്ക്, അതായത് ഭാവിയിലേക്ക് നിലവിലുള്ള ജോലിയിൽ അത്രത്തര നേട്ടമോ ഇനി സാധ്യതകളോ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവം വർദ്ധിക്കുന്നത് വഴി പല അർഹമായിട്ടുള്ള സ്ഥാനക്കയറ്റം ലഭിക്കായക, അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ തന്നെ ഉപരിപഠനത്തിന് ചേരാൻ സാധിക്കായകയൊക്കെ ഉണ്ടാകുവാൻ മറ്റ് ചില വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുവാനിടയുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഉദാസീന മനോഭാവം ഒഴിവാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തീരുമാനിക്കേണ്ടതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അസുഖങ്ങൾ പലതും ഉണ്ടോ എന്ന തോന്നലുകളെ കൊണ്ട് വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ ചിലർക്ക് സാംക്രമിക രോഗങ്ങൾ, മറ്റു ചിലർക്ക് ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടുള്ള അസ്വാസ്ഥ്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിട്ടയോടുകൂടിയതായിട്ടുള്ള ഭക്ഷണ ക്രമീകരണത്തിന് തയ്യാറാകുവാനും വ്യായാമത്തിൻ്റെ ഭാഗമായിട്ട് പ്രാണായാമം, യോഗ എന്നിവ പരിശീലിക്കുവാനും യോഗമുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനും ഭാവിയിലേക്ക് 5-6 വർഷത്തിന് ശേഷം വിൽപ്പന എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ പോലും, സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് എന്നിരുന്നാൽ പോലും ചില രീതിയിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുവാനും ഇടയുണ്ട്. മംഗളവേളകളിൽ വെച്ച് മഹത് വ്യക്തികളെ പരിചയപ്പെടുവാൻ അവസരം വന്നു ചേരും. അർഹമായിട്ടുള്ള കാര്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. പ്രവർത്തനരഹിതമായിട്ടുള്ള പ്രസ്ഥാനത്തിന് കൃത്യമായുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനിടവരും. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ നല്ല പദവിയോടുകൂടിയ ഉദ്യോഗത്തിൽ വളരെ കാലമായിട്ട് ജോലി ചെയ്യുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്കോ മറ്റ് രാഷ്ട്രങ്ങളിലേക്കോ തിരിച്ചു പോകുവാൻ തക്കവണ്ണം ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനോ അതിനുവേണ്ടി പരിശ്രമിക്കാൻ അപേക്ഷകളൊക്കെ നൽകുവാൻ ഇടയുണ്ട്. ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉദ്ധരിക്കാനായിട്ടുള്ള ഭാഗമാക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മ പദ്ധതികൾ ഏർപ്പെടുന്നത് വഴി കുടുംബാംഗങ്ങളുടെ ചുമതലകൾ ചിലർക്ക് ജീവിത പങ്കാളിയെ ഏൽപ്പിക്കാനോ മറ്റു ചിലർക്ക് മാതാപിതാക്കളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളോ വന്നു ചേരുവാൻ ഇടയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. തണുപ്പ് രാജ്യത്തു നിന്നും മാറി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും അന്തിമമായിട്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കുവാനിടയുണ്ട്. എന്നാൽ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിച്ച് പിന്നീട് ആ പുതിയതായുള്ള രാജ്യത്തിലേക്ക് 6-7 മാസത്തിന് ശേഷമേ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനിടവരും. സ്വതസിദ്ധമായിട്ടുള്ള ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സ്വയംഭരണാധികാരം ലഭിച്ചതിനാൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനിടവരും. സർവകാര്യങ്ങളിലും വിജ്ഞാനം നേടുന്നത് വഴി കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അനുഭവമുള്ള മേഖലകളിൽ മാത്രം അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാൻ സാധ്യതയുണ്ട്. വിവര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്.
കീഴ് ജീവനക്കാരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അവലംബിക്കുന്നത് വഴി ഒരുപക്ഷെ മേലധികാരികളിൽ നിന്ന് സ്വല്പം അസ്വാരസ്യങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ഉടമസ്ഥരുടെ നിർബന്ധത്താലും നിർദ്ദേശത്താലും ഈ ഒരു കാര്യങ്ങൾ അവലംബിക്കുന്നതിൻ്റെ നേട്ടം തീർച്ചയായിട്ടും അനുഭവത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ പല വിധത്തിൽ അർത്ഥശൂന്യമായിട്ടുള്ള പണിപ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുവാനിടവരും. നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. പകർച്ചവ്യാധി പിടിപെടുന്നതിനാൽ ഗൃഹത്തിൽ താമസിക്കാൻ അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ആരോപണങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സുതാര്യതയുള്ള സമീപനത്താൽ ഇതിനെല്ലാം അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആത്മവിമർശനത്താൽ പലവിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുന്നത് വഴി വളരെ ഇനിയൊരു ആത്മവിശ്വാസത്തോടുകൂടി പുതിയതായിട്ടുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരത്തിന് യോഗമുണ്ട്. അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഡിസംബർ മാസത്തിൽ വന്നു പോകും എന്നറിഞ്ഞതിനാൽ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തുടക്കം കുറിക്കാനിടവരും. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന പലർക്കും അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. ജാതിമത ഭേദമന്യേ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന പലർക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരും. ഏതൊരു കാര്യങ്ങൾക്കും പ്രാരംഭത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ടെങ്കിൽ പോലും എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ അവസരമുണ്ടാകും. എന്നാൽ വാഹനം ഉപയോഗിക്കുമ്പോഴും പണം കൈകാര്യം ചെയ്യുമ്പോഴും കൂട്ടുകെട്ടുകളും പരമാവധി ഒഴിവാക്കുന്നത് പൂര നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ സെപ്റ്റംബർ മാസത്തിൽ നന്നായിരിക്കും. ഉത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില അസ്വാരസ്യങ്ങളെല്ലാം കുടുംബജനങ്ങളിൽ നിന്നും വന്നു ചേരുവാനിടയുണ്ട്. ഭാവിയിലേക്ക് വളരെ പതുക്കെ കണ്ട് ഇതിൽ നിന്നും പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും ഇടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ സാധ്യതയുണ്ട്. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് 3 മാസത്തിൻ്റെ ഉള്ളിൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തക്കവണ്ണം പണികളെല്ലാം തന്നെ ദ്രുതഗതിയിലാക്കുവാൻ നിർദ്ദേശങ്ങൾ നൽകുവാനിടയുണ്ട്. ഒരുപക്ഷെ ഡിസംബർ മാസത്തിൽ തന്നെ ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ പുത്രപൗത്രാദികളൊക്കെ തന്നെ അന്യനാട്ടിൽ താമസിക്കുന്നവർ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ അതിനോടനുബന്ധമായിട്ട് ഈ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നുണ്ട്. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും വന്നു ചേരും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു വിഭാഗം ഉദ്ധരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും പുതിയതായിട്ടുള്ള വ്യാവസായികമായിട്ടുള്ള മെഷീനറികളൊക്കെ തന്നെ പ്രാവർത്തികമാക്കുവാനോ അല്ലെങ്കിൽ അത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനോ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വാഹനം ഉപയോഗിക്കുന്നതിൽ മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അച്ഛന് അസുഖങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും.
കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനിടവരും. അർഹമായിട്ടുള്ള രീതിയിൽ ആദരവും അംഗീകാരവും ലഭിക്കുമെങ്കിൽ പോലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ജീവിതശൈലീ രോഗങ്ങളെ അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ, പ്രാണായാമം, യോഗ എന്നിവ പരിശീലിക്കുവാൻ തീരുമാനിക്കും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമില്ലെങ്കിൽ പോലും സഹപ്രവർത്തകർക്കും മേലധികാരികൾക്കും അതിൻ്റെ ഒരു നേട്ടമുണ്ടായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള അവസരമുണ്ടാകും. അവിചാരിതമായിട്ടുള്ള ചെലവുകളെ കൊണ്ട് നീക്കിയിരിപ്പ് കുറയുന്നതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ 1.5 വർഷമായി തുടങ്ങിയിട്ട്, പക്ഷേ ഇനി മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം മുതൽ ഇനി ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ സമയബന്ധിതമായിട്ട് വ്യാപാര മേഖലകൾ വിപുലീകരിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികളും ഗുരുകാരണവന്മാരും പറയുന്ന കാര്യങ്ങളുടെ അർത്ഥവ്യാപ്തിയോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വളരെ ആദരവോടുകൂടി തന്നെ അവരുടെ വിജ്ഞാനപരമായിട്ടുള്ള വിജ്ഞാനങ്ങൾ ആർജിക്കുവാനും അനുകരിക്കുവാനും അല്ലെങ്കിൽ അനുവർത്തിക്കുവാനുമുള്ള അവസരമുണ്ടാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വിൽപ്പനോദ്ദേശത്തോടു കൂടിയ വാങ്ങിയ ഭൂമിക്കും ഗൃഹത്തിനും ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മ പദ്ധതികളായതുകൊണ്ട് വേണ്ട വിധത്തിൽ അന്വേഷിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. ദീർഘവീക്ഷണമുള്ള പദ്ധതികൾക്ക് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആജ്ഞാനുവർത്തികളുടെ നിർദ്ദേശങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമായതിനാൽ സർവാത്മന സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. വസ്തു സംബന്ധമായുള്ള തർക്കങ്ങൾക്ക് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യാപാര മേഖലകളിലും പുതിയ കരാർ ജോലികളിലും ഒപ്പുവയ്ക്കുവാനും അതിൽ ഒരു കൃത്യമായിട്ടുള്ള സ്വന്തം നിലയിൽ കൺവെട്ടത്തിലും സ്വന്തം മേൽനോട്ടത്തിലും പ്രവർത്തിക്കുന്ന കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മാതാപിതാക്കൾക്ക് പകർച്ചവ്യാധി പിടിപെടുവാനിടയുള്ളതുകൊണ്ട് ഒരുപക്ഷെ ദൂരദേശത്ത് താമസിക്കുന്ന പലർക്കും അവധിയെടുത്തുകൊണ്ട് 2 ആഴ്ച ഗൃഹത്തിൽ താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ അഥവാ അച്ഛനമ്മമാരെ പരിപാലിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മുൻകോപം നിയന്ത്രിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അശുഭചിന്തയുള്ള പുത്രന് കൃത്യമായുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനിടവരും. സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാനിടവരും. മഹത് വ്യക്തികളുടെ ജീവിതാഭിലാഷങ്ങളും ജീവിത പ്രവർത്തന ശൈലിയും സ്വന്തം നിലയിൽ അനുവർത്തിക്കുവാനോ അനുകരിക്കുവാനോ തീരുമാനം കൈക്കൊള്ളുന്നത് വഴി പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട ധാരാളം യാത്രകളും പുറമേ നിന്നും ഭക്ഷണം കഴിക്കുന്ന പലർക്കും ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനിടയുള്ളത് കൊണ്ട് മാസത്തിൻ്റെ ഒടുവിൽ 1-2 ദിവസം അവധിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ 1-2 ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാനും ഇടയുണ്ട്. ആദരണീയരായവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിനാൽ കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും. പ്രവർത്തന മണ്ഡലങ്ങളുടെ പുരോഗതി കണക്കിലെടുത്തുകൊണ്ട് ഇനിയും പണം മുതൽ മുടക്കിയാൽ മാത്രമേ ഉദ്ധരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും സുതാര്യതയില്ലാത്തതിനാൽ അതിനെ ഒഴിവാക്കുവാനും സാധ്യതയുണ്ട്. ഉപരിപഠനം ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം തൃപ്തികരമായിട്ടുള്ള വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ഒരു പക്ഷേ വികസിത രാഷ്ട്രത്തിലേക്ക് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച സമയത്ത് തന്നെ പ്രവേശനം ലഭിക്കുവാനും ഇടയുണ്ട്. ഇതാണ് ഉത്തര നക്ഷത്ര ജനിച്ചവരുടെ ഈ സെപ്റ്റംബർ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.